കൂട്ടരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു PO പ്രിലിംസിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് 15 ഡിഫറെൻറ്റ് ബീഡ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ടു എ നെക്ലേസ്. 51 ഡിഫറൻ്റ് ആയിട്ടുള്ള മുത്തുകൾ ഒരു മാലയിൽ എത്ര രീതിയിൽ കുറക്കാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മാല നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതായത് ഇതിനകത്ത് ലോക്കറ്റ് ഇല്ലാത്ത മാലയല്ലേ, ലോക്കറ്റുള്ള മാലയാണെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, പടമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ മാല നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ, പുറകിൽ ചെന്ന് നമുക്ക് അതിനെ നോക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുന്ന മാലയ്ക്കകത്ത് എന്തില്ല, ലോക്കറ്റില്ല, ഒരു മാലയുണ്ട്. ഈ മാലയിൽ 51 മുത്തുകൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറം നോക്കാൻ പറ്റുന്ന മാലയാണെങ്കിൽ ഓക്കെ, എങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുത്തെടുത്ത് ഇവിടെ വരണം. ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 50 എണ്ണം ഉണ്ട്. ഈ 50 എണ്ണം നമുക്ക് 50 ഫാക്ടറി ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ മാല ഒരു സൈഡിൽ നിന്ന് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ, പക്ഷേ ഉണ്ടല്ലോ, ഈ മാല നമുക്ക് അപ്പുറം ഇപ്പുറം നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ 50 ഫാക്ടറിൽ അറേഞ്ച്മെൻറ്റ് വരത്തില്ല, അതിൻ്റെ പകുതി അറേഞ്ച്മെൻറ്റേ വരത്തുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് മാല അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റുന്ന മാലയാണെങ്കിൽ ഒരു മുത്തെടുത്ത് ഇവിടെ ഇടണം, ബാക്കി 50 മുത്തുണ്ടാവും. 50 മുത്തിന് 50 ഫാക്ടറിൽ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 50 ഫാക്ടറിൽ ഉണ്ടാകത്തില്ല, 50 ഫാക്ടറിലെ പകുതി അറേഞ്ച്മെൻറ്റേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, 50 ഫാക്ടറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50 ഫാക്ടറിൽ 50 × 49 ഫാക്ടറിൽ എഴുതാൻ പറ്റില്ലേ, ഡിവൈഡഡ് ബൈ 2. 2 കൂടെ വെട്ടിക്കഴിഞ്ഞ് 25 വരും. അങ്ങനെയാണ് 25 × 49 ഫാക്ടറിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പെർമുട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒരു ക്ലാസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. ഗ്രൂപ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് നമ്മൾ ഇടാറുണ്ട്. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ 3:2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഒരു റെക്ടാംഗിളിലെ ലെങ്ത്തും ബ്രെഡ്ത്തും 3:2 ആണ് റേഷ്യോ. ലെങ്ത് ഇൻക്രീസ് ബൈ 25%, ബ്രെഡ്ത്ത് റിമൈൻ ദ സെയിം, ദെൻ ഏരിയ ഈസ് ഇൻക്രീസ് ബൈ 24 m². ഫൈൻഡ് ഒറിജിനൽ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ. ഓക്കെ, നോക്കി, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 3:2 ആണ്. ലെങ്ത്ത് നമ്മൾ 25% ഇൻക്രീസ് ചെയ്തപ്പോൾ ബ്രെഡ്ത്ത് സെയിം ആക്കി വെച്ചു. അപ്പോൾ ഏരിയയിൽ 24 m² ഇൻക്രീസ് ആയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത്ത് അതിൻ്റെ ബ്രെഡ്ത്ത് എന്നല്ലേ, ബ്രെഡ്ത്തിൽ ചേഞ്ച് അല്ലല്ലോ. ലെങ്ത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് അതുപോലെ ഏരിയയിൽ വരത്തില്ലേ. അപ്പോൾ ലെങ്ത്ത് ഏരിയ എങ്ങനെയാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ലെങ്ത്തിൽ വരുന്ന ചേഞ്ച് 25% അല്ലേ. 25% പറഞ്ഞാൽ 1/4. അപ്പോൾ ഇനീഷ്യലി 4 ആണെങ്കിൽ ഇപ്പോൾ 1 കൂടി 5 ആയിരിക്കും. അപ്പോൾ ഇതാണ് രണ്ട് ലെങ്ത്തുകളുടെ റേഷ്യോ. അപ്പോൾ ലെങ്ത്തും ഏരിയയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഏരിയയുടെ റേഷ്യോ 4/5. അതായത് ഏരിയയിൽ ഒരു പാർട്ട് ഇൻക്രീസ് ആവും. ആ ഒരു പാർട്ട് ഇൻക്രീസ് ആയത് 24 m² ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയ 24 m² ആണെങ്കിൽ ഈ 4 എത്രയായിരിക്കും, ഒരു പാർട്ട് 24 m². അപ്പോൾ 4 പാർട്ട് എത്രയായിരിക്കും, 4 × 24, അതായിരിക്കും ഏരിയ. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ശരിക്കും അവിടെ ഉള്ള ഏരിയ, 4 × 24. ഇനി ശരിക്കും അവിടെയുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും 3:2 അല്ലേ. അപ്പോൾ 3 പാർട്ടും 2 പാർട്ടുമാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ. 6 കിട്ടുമ്പോഴത്തേനും 4 16. P² 16 ആണെങ്കിൽ പിയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും, 4 എന്ന് കിട്ടത്തില്ലേ. പിയുടെ വാല്യൂ 4 ആണെങ്കിൽ ലെങ്ത്ത് എത്രയാണ്, 4 × 3 12 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് കോസ്റ്റ് പ്രൈസ് ഓഫ് 2 ആർട്ടിക്കിൾസ് P and Q ഈസ് 1350. 2 സാധനങ്ങളുണ്ട് P-ക്ക്, അവരുടെ കോസ്റ്റ് പ്രൈസിൻ്റെ ആവറേജ് 1350 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മ എത്രയായിരിക്കും, 26, 2700 ആയിരിക്കത്തില്ലേ കോസ്റ്റ് പ്രൈസുള്ള സമ്മ. P 10% പ്രോഫിറ്റിലാണ് വിറ്റത്, Q 20% പ്രോഫിറ്റിലാണ് വിറ്റത്. മൊത്തം കിട്ടിയ സെല്ലിംഗ് പ്രൈസ് 3120 ആണ്. 3120 ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ഇനി Q 40% പ്രോഫിറ്റ് വിൽക്കുകയാണെങ്കിൽ എത്രയായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടിൻ്റെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, മൊത്തത്തിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാലിക്യുലേഷനിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലേ. എത്രയ്ക്ക് മൊത്തമുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ്, 2700 ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, 3120 ആണ് വിറ്റത്. അപ്പോൾ എത്രയുണ്ട് പ്രോഫിറ്റ്, 420 അല്ലേ പ്രോഫിറ്റ്. അപ്പോൾ 420 പ്രോഫിറ്റ് മുടക്കിയത് 2700 × 100, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ഇതല്ലേ നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 3 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ മേളിൽ 14 വരത്തില്ലേ, 140/9 വരും. ഓക്കെ, അപ്പോൾ 10 20 നടുക്ക് 140/9. ഇത് അലിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് മൊത്തത്തിൽ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 90 180 140 വരത്തില്ലേ, ഇത് 180 ആണേ. ഇങ്ങനെ അലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 50 വരും, ഇവിടെ 40 വരും. അപ്പോൾ 4:5 ആണ് ഇവരുടെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ. ഓക്കെ, ഇവരുടെ കോസ്റ്റ് പ്രൈസുള്ള റേഷ്യോ 4:5 ആണ്. അപ്പോൾ 4 5 ആഡ് ചെയ്യുമ്പോൾ 9 പാർട്ടാണ് 2700. 9 2700 ഒരു പാട്ട് 300 അല്ലേ. അപ്പോൾ ഇതെത്രയാണ്, 1200. ഇതെത്രയാണ്, 1500.
അതായത് ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസ് 1500 ഇനി ക്യൂ 40% പ്രോഫിറ്റ് എത്രന് വിൽക്കുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അത് 1500 1500 40% ആഡ് ചെയ്യണ്ടേ. 1500 10% 150, 40% 600 അല്ലേ. 1500 ആഡ് ചെയ്യുമ്പോഴത്തേനും 2100 വരത്തില്ലേ. ഓക്കെ ആണോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് രണ്ട് കേസിലെയും പ്രോഫിറ്റ് പേഴ്സൻ്റ് എടുത്തിട്ട് അലിഗേഷൻ ചെയ്തപ്പോൾ സി പിയുടെ റേഷ്യോ കിട്ടി, സി പി കണ്ടുപിടിച്ചു, എൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുകയും ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ യൂസ് ചെയ്തും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്തും ഈ സംഭവം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ക്യൂ 40% പ്രോഫിറ്റ് വിൽക്കുമ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ് അല്ല തന്നിരിക്കുന്നത്. അതായത് ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ 40% കൂടുതൽ. 40% എന്ന് പറഞ്ഞാൽ 140%. ഇപ്പോൾ ഫ്രാക്ഷൻ എത്ര വരും? 7/5 എന്ന് വരത്തില്ലേ. അപ്പോൾ ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 7/5 ആയിരിക്കും നമ്മുടെ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു സെല്ലിംഗ് പ്രൈസ്. അതായത് സെല്ലിംഗ് പ്രൈസിനെ അപ്പോൾ 7 ഡിവൈഡ് ആവണ്ടേ. 7 ഡിവൈഡ് ആവുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്? ഇതിൽ 7 ഡിവൈഡ് ആവത്തില്ല, ഇതിൽ 7 ഡിവൈഡ് ആവത്തില്ല, ഇതിൽ 7 ഡിവൈഡ് ആവത്തില്ല, ഇതിൽ 7 ഡിവൈഡ് ആവും, ഇതിലും 7 ഡിവൈഡ് ആവത്തില്ലേ. അപ്പോൾ 2100 അല്ലെങ്കിൽ 1680 ഇതായിരിക്കണം ആൻസർ. ഓക്കെ ആണോ. ഇനി അതിനകത്ത് ഏതാ വരിക നമുക്ക് ഓപ്ഷൻ ഇട്ട് തന്നെ കണ്ടുപിടിക്കാം. ഇപ്പോൾ 2100 ആണ് ഓപ്ഷൻ എങ്കിൽ നോക്കുകയാണേ, 2100 ക്യൂവിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ 5/7 ക്യൂവിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 7/5 ആണ് ഇത് 2100. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 1500 ആയിരിക്കത്തില്ലേ. ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് 1500 ആണെങ്കിൽ മറ്റേതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 2700 അല്ലേ. അപ്പോൾ 1200 കിട്ടും. ഇനി ഇത് ക്യൂ ആണ്. ക്യൂ 20% പ്രോഫിറ്റിലല്ലേ വിൽക്കുന്നത്. ക്യൂ 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ 1200 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇത് 10% പ്രോഫിറ്റല്ലേ വിൽക്കുന്നത്. അപ്പോൾ 1320 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 3120 വരും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ടാലി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ആൻസർ. ഓക്കെ, ഇതുപോലെ തന്നെ 1650 വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. 1650 വെച്ച് 1650 ആണ് 40% വിൽക്കുമ്പോഴുള്ള ക്യൂടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ ക്യൂടെ 1650 വിൽക്കുമ്പോൾ 40% പ്രോഫിറ്റ് ആണെങ്കിൽ അവിടുന്ന് ക്യൂടെ കോസ്റ്റ് പ്രൈസ് കിട്ടും. കോസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിയുടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഈ പറഞ്ഞ വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ ആണോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അലിഗേഷൻ ഇട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ഓപ്ഷൻ യൂസ് ചെയ്തതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ അതോട്ട് പോകാം. PNQ started a business by investing 15,000 and RS 15,000 plus X respectively. 4 വർഷം കഴിഞ്ഞപ്പോൾ Q 40% എടുത്തു. ആഫ്റ്റർ ഇയർ ടോട്ടൽ പ്രോഫിറ്റ് 47,000. അടുത്ത് ക്യൂവിൻ്റെ പ്രോഫിറ്റ് ഷെയർ 22,000 ആണ്. അങ്ങനെയാണ് 2Xൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിയും ക്യൂവും 15,000 ഇട്ടു, പി 15,000. രണ്ടാമത്തെ ആൾ 15,000 പ്ലസ് എക്സ് ഇട്ടു. ക്യൂ ആണ് പൈസ തിരിച്ചെടുക്കുന്നത് അല്ലേ ആഫ്റ്റർ ഇയർ. അപ്പോൾ ആദ്യത്തെ ആൾ 12 മാസം ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഇത്രയും 4 മാസം ഇട്ടു. പിന്നെ സെയിം സാധനം 4 മാസത്തേക്ക് ഇട്ടു. പിന്നെ 40% എടുത്തിട്ട് ബാക്കി 8 മാസത്തേക്ക് ഇട്ടു. 40% എന്ന് പറഞ്ഞാൽ ബാക്കി 60% ഉള്ളത്. 60% എന്ന് പറഞ്ഞാൽ 0.6. അങ്ങനെ എത്ര മാസം ഇട്ടു? 8 മാസം. ഇതാണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിൻ്റെ ഒരു റേഷ്യോ. ഇനി ആ റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ടോട്ടൽ 47,000-നകത്ത് 22,000 ക്യൂവിൻ്റെ പ്രോഫിറ്റ് അല്ലേ. 22,000 ക്യൂവിൻ്റെ പ്രോഫിറ്റ്, ബാക്കിയുള്ള 25,000 ആരുടെ പ്രോഫിറ്റ് ആയിരിക്കും? പിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കത്തില്ലേ. ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്താൽ നമുക്ക് എക്സും 2X ഒക്കെ കിട്ടും. എങ്ങനെയായിരിക്കും ഇതിനകത്തിപ്പോൾ നോക്കി ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെൻ മാറിപ്പോയി. ഓക്കെ, 6 × 0.6 വെയിറ്റ് ചെയ്താൽ 48, 4.8 എന്ന് വരത്തില്ലേ. 4.8 4 ആണെങ്കിൽ 8.8 എന്ന് വരത്തില്ലേ. അപ്പോൾ 15,000 × 12 ഡിവൈഡഡ് ബൈ 15,000 പ്ലസ് എക്സ് × 8.8 എന്ന് വരും. 8.8-നകത്തുനിന്ന് മുകളിൽ നിന്ന് ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 120/88 എന്ന് വരത്തില്ലേ. ഇതാണ് 25/22. 22 ഇവിടെ വിട്ട് 4 മുകളിൽ വിട്ടും 30. ഇനി എന്തൊക്കെ വിട്ടാണല്ലോ 25 ഇവിടെ വിട്ടിയാൽ 4 എന്ന് വരും. അപ്പോൾ 15 × 4 60 അല്ലേ. 60 × 3 ഇതാ 60 × 3 ഇതാ 150. അപ്പോൾ 180 പിന്നെ ഒരു 2 0 ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 15,000 പ്ലസ് എക്സ് എന്ന് വരത്തില്ലേ. അപ്പോൾ എക്സിൻ്റെ വില എത്ര? 3,000 എന്ന് കിടത്തില്ലേ. എക്സിൻ്റെ വില 3,000 ആണെങ്കിൽ 2Xൻ്റെ വില എത്രയാണ്? 6,000. ഓക്കെ, അടുത്തത് Man invested X and X plus 400 in different scheme A and B. Rate 10%, 12%.
ആദ്യത്തേത് 4 വർഷത്തേക്ക് കിട്ടും, അതിൽ നിന്ന് ഇൻട്രസ്റ്റും. രണ്ടാമത്തെ 2 വർഷത്തേക്ക് കിട്ടും, അതിൽ നിന്ന് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 640 കിട്ടുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. എക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10% വെച്ച് 4 വർഷത്തേക്ക്. അപ്പോൾ എത്രയും 40%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നായിരിക്കും. പ്ലസ് എക്സ് പ്ലസ് 400 എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 12% 2 വർഷത്തേക്കല്ലേ. 2 വർഷത്തേക്ക് പറയുമ്പോൾ 24% അല്ലേ. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 640. സോൾവ് ചെയ്ത എക്സ് കിട്ടും. ഓക്കെ, എക്സിൻ്റെ 40%, എക്സിൻ്റെ 27%. ആഡ് ചെയ്യുമ്പോൾ എത്രയും? എക്സിൻ്റെ 67% ആയില്ലേ. ഇനി 400ൻ്റെ 27% കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. 400 27% എന്ന് പറഞ്ഞാൽ 24 4 അല്ലേ. അപ്പോൾ 96 എന്ന് വരത്തില്ലേ. 96 അവിടെ പോയി കുറയ്ക്കണ്ടേ. 94 100 അല്ലേ. അപ്പോൾ ഇത് 0 ആവും 1 ആവും. അപ്പോൾ 544 എന്ന് വരത്തില്ലേ. അപ്പോൾ 64% 544 ആണ്. അപ്പോൾ എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 100/64 ചെയ്താൽ പോരെ. 64ൽ 547 എത്ര തവണ ഡിവൈഡ് ആവും? കഷ്ണമാക്കിയാലും മതി, കുഴപ്പമില്ല. 8 വെച്ചും ഡിവൈഡ് ചെയ്താൽ 8. ഇവിടെ 8 6 8 48, പിന്നെ 6 8 × 8 അല്ലേ 6800. 8 വീണ്ടും വിട്ട് 8 64 64 4 അല്ലേ. അപ്പോൾ 850 വരും എക്സിൻ്റെ വാല്യൂ. ഓക്കെ, 850 ആണ് ആൻസർ. ഓക്കെ, 5 ക്വസ്റ്റ്. ഇനി ഒരു 1-2 ദിവസം കൂടി ഇട്ടായിരുന്നു അല്ലേ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ തരാവേ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ചോദിച്ചാലും മതി. ഓക്കെ, താങ്ക് യു.